ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോ നിങ്ങൾ കണ്ടു കാണും. അതേ ഡ്രസ്സിൻ്റെ കോസ്റ്റ്യൂമിലാണ് എല്ലാവരും നിൽക്കുന്നത്. അപ്പോൾ അന്ന് തന്നെ അതേ ദിവസം തന്നെ എടുത്ത വീഡിയോ ആണ് കേട്ടത്. അപ്പോൾ അതുകൊണ്ടാണല്ലേ ഒരേ ഡ്രസ്സിൽ നിൽക്കുന്നത് നമ്മൾ. അപ്പോൾ കഴിഞ്ഞ നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെന്ന് എല്ലാവർക്കും വിചാരിക്കുന്നത്. അപ്പോൾ എന്താ നമ്മുടെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് വിശേഷം? പെരുന്നാളായിട്ടുള്ളൊരു ഡ്രസ്സ് എടുക്കാൻ ഏയ്സ്. അപ്പോൾ ഏതായാലും പെരുന്നാൾ വരികയാണ്. പിന്നെ നമ്മുടെ പെരുന്നാൾ നാളെ പെരുന്നാളാണ്. അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് ഈദ് മുബാറക്. നമ്മുടെ ഗൾഫിലൊക്കെ എന്നാണ് പെരുന്നാൾ. അപ്പോൾ നമ്മുടെ ഗൾഫിലെ എല്ലാ സുഹൃത്തുക്കൾക്കും നമ്മുടെ എല്ലാ പ്രവാസികൾക്കും നമ്മുടെ ഫാമിലിയുടെ വക ഒരു പിന്നെ ഈദ് മുബാറക് പറയുകയാണ്. അപ്പോൾ എല്ലാവർക്കും അറിയാം, നമ്മളെ വീഡിയോ കാണുന്ന എല്ലാവരും ഇപ്പോൾ എനിക്ക് തോന്നുന്നു പെരുന്നാൾ പാച്ചിലാവും അല്ലേ. എല്ലാവരും പെരുന്നാളിൻ്റെ തിരക്കിലാവും. പിന്നെ ഇറച്ചി വാങ്ങലും ബീഫ് വാങ്ങലും അതേപോലെ തന്നെ ഒക്കെ റെഡിയാക്കൽ, തുണിയെടുക്കൽ, മുടികെട്ടാൻ പോക്ക്, ആകെ ഒരു പെരുന്നാൾ പാച്ചിലാണ്. നമ്മൾ ഓണത്തിനൊക്കെ ഉത്രാട പാച്ചിൽ എന്ന് പറയുന്ന പോലെ ഇന്നാണ് ശരിക്കും പെരുന്നാൾ പാച്ചിൽ. അപ്പോൾ നമ്മളും അങ്ങനെ ഒരു പെരുന്നാൾ പാച്ചിലിൻ്റെ കൂട്ടത്തിൽ തന്നെയാണ്. അപ്പോൾ ഏതായാലും നേരെ ഡ്രസ്സ് എടുക്കാൻ പോകല്ലേ. അപ്പോൾ നമ്മുടെ കടയ്ക്ക് ടൗണിൽ തന്നെയാണ് ഉള്ളത്. അപ്പോൾ വരും ഡ്രസ്സ് എടുക്കാൻ പോവാം. അങ്ങനത്തെ നമ്മളിവിടെ തുണിക്കടയിൽ വന്നിട്ടുണ്ട്. എന്തായി? ചക്കരയുടെ ഫേവററ്റ് മെറ്റീരിയലാണ് ഇവിടെ ഇരിക്കുന്നതൊക്കെ. ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഇവിടെ, കണ്ടില്ലേ? കാണുന്നൊക്കെ ലേഡീസിൻ്റെ തുണിത്തരങ്ങളാണ് ഇരിക്കുന്നത്. അല്ല, ഞാനിവിടെ വന്നപ്പോൾ വേറൊരു കാര്യം ഓർമ്മിച്ച് ചക്കരോട് പറയായിരുന്നു. എന്താണെന്നറിയോ? അതായത് ലേഡീസ്, അതായത് സ്ത്രീകൾ ഒരു തുണിക്കടയിൽ വന്നാൽ ചോദിക്കുന്ന രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഈ കളറിൽ വേറെ മോഡലുണ്ടോ? രണ്ട്, ഈ മോഡലിൽ വേറെ കളറുണ്ടോയെന്ന്. ശരിയല്ലേ? എനിക്ക് തോന്നുന്നു ഒരുവിധപ്പെട്ടൊക്കെ അങ്ങനെ തന്നെയാണ്. ഉമ്മ ഇവിടെ ഉണ്ട്, റമി ഇവിടെ നിൽക്കുന്നുണ്ട്. മോഡല് പറഞ്ഞോളൂ. എവിടെ? ഇതേപോലത്തെ മെറ്റീരിയൽ, ഇതേപോലത്തെ അല്ലേ? അതേ മെറ്റീരിയൽ കഴുത്തിൽ വർക്ക് വന്നിട്ടുള്ള ടൈപ്പ്. അവിടേക്ക് ആ സാധനം ഉണ്ടെന്ന് പറയുന്നത്. അങ്ങോട്ട് നോക്കി വെക്കാം. അത് ഇതിൻ്റെ ഷോളാ. ഇത് ടോപ്പല്ലേ? ടോപ്പ്, അതിൻ്റെ ഷോള്. അപ്പോൾ 2024 വലിയ പെരുന്നാൾ ചക്കര കൊണ്ടുപോയി. എല്ലാം കൊണ്ടും കോള് തന്നെ മക്കളെ. എടുക്കുന്നു ഒരു സൈഡിൽ നിന്നേ തുടങ്ങാം. ആദ്യം നിനക്ക്, പിന്നെ ഉമ്മാക്ക്, പിന്നെ റമിക്ക്. അപ്പോൾ വാപ്പാക്കും എടുക്കണം. വാപ്പ എത്തിയിട്ടില്ലല്ലോ. അപ്പോൾ നമ്മളിവിടെ വന്നിട്ടില്ല. അപ്പോൾ വാപ്പാക്കും ഡ്രസ്സ് എടുക്കണം. ഉമ്മാക്കും ഇത് നോക്കുന്ന വേറെ നോക്കുന്ന എങ്ങനെ നോക്കുന്നു? എടുക്കാമല്ലോ, നോക്കിക്കോളി. ചുരിദാർ തന്നെ നോക്കുന്ന? XXL പോരെ? നമുക്ക് XXL പോരെ? മോഡൽ ഇഷ്ടപ്പെട്ടത് നോക്കി എടുത്തോളി. അവരവൻ്റെ ഇഷ്ടത്തിന് എടുത്തോളി. എല്ലാവർക്കും അവരവരുടെ ചോയ്സാണ്. ഇഷ്ടപ്പെട്ടത് എടുത്തോളി. വാപ്പ DHൻ്റെ ഷർട്ടാണ് ഇടുന്നത്. ആ ഒരു സിൽക്ക് മോഡൽ ഷർട്ടാണ് വാപ്പ ഇടുന്നത്. അപ്പോൾ വാപ്പാക്കുള്ള ഷർട്ട് നോക്കാണ്. ഇല്ലാത്ത കളർ നോക്കി എടുത്തോമ്മ. ബ്ലൂ, ഓറഞ്ച്, റെഡ്. ഇത് ഒരു ഗോൾഡ് നിറമാണല്ലേ? അതൊരു സൈസ് ഗോൾഡ് നിറമാണ്. അപ്പോൾ വാപ്പാക്ക് നോക്കുകയാണ്. അതിനുശേഷം ഇനി ഉമ്മാക്ക് നോക്കണം, എനിക്കും റമിക്കും നോക്കണം. ചക്കരയ്ക്ക് നമ്മൾ എടുത്തിട്ടുണ്ട്. ഈ സംഗതി ഇവിടെ പിന്നെ മാക്സിയൊക്കെ നോക്കണം. വാപ്പാക്കുള്ള ഷർട്ടൊക്കെ എടുത്തതിന് ശേഷം ഇവർക്ക് മാക്സിയൊക്കെ നോക്കണം. എന്തായി എടുത്തോമ്മ? നോക്കട്ടെ. മോഡലുള്ള രസമുണ്ട്. അത് രസമുണ്ട്. സാറേ, നിനക്ക് വേണ്ടല്ലോ മാക്സി? ചക്കരതേ മാക്സി വേണമെന്ന് പറഞ്ഞിട്ട് ഒരേ നിർബന്ധം. അപ്പോൾ ശരിക്കും അവർക്ക് ഇവിടെ ആകെ ഒറ്റ മാക്സിയേ ഉള്ളൂ. അപ്പോൾ നൈറ്റ് ഡ്രസ്സാണ് അധികം. അപ്പോൾ ഒരു മാക്സി കൊണ്ട് ഇരുന്നോട്ടെ വിചാരിച്ചിട്ട് ഇവിടെ മാക്സി നോക്കുന്നുണ്ട് ആള്. നോക്കിക്കോ മാക്സി നോക്കിക്കോ, എടുത്തോ. ഓടാ. അങ്ങനത്തെ നമ്മൾ ഒരു സ്ഥലത്തു നിന്ന് ഡ്രസ്സൊക്കെ എടുത്തു. അപ്പോൾ ഉമ്മാക്ക് അവിടെ ഉമ്മയുടെ പാകത്തിന് കിട്ടിയിട്ടില്ല. അപ്പോൾ അവിടെ നിന്നതേ കിട്ടാത്ത കാരണം കൊണ്ട് നമ്മൾ അടുത്ത സ്ഥലത്ത് വന്നിരിക്കുകയാണ്. അപ്പോൾ ഏതായാലും ഇറങ്ങിയ കൂട്ടത്തിൽ ഇനിയിപ്പോൾ ഡ്രസ്സുകളൊക്കെ എടുത്ത് കംപ്ലീറ്റ് ആക്കണമല്ലോ നമ്മൾ. ഇനിയിപ്പോൾ ദിവസങ്ങളില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട്
ഇവിടെ നിന്ന് തന്നെ വന്ന് ഡ്രസ്സ് എടുക്കാം. അടുത്ത് ഉമ്മ കൂടുതൽ എടുക്കുക വിചാരിച്ച് ഇവിടെ നോക്കാം നമ്മൾ. ഈ വൈറ്റ് ആയതുകൊണ്ടാണ് അത് അറിയുള്ളൂ. അങ്ങനെ ഗൈസ് നമ്മൾ പിന്നെ അടുത്ത എനിക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി വന്നിരിക്കണം. എനിക്കും പിന്നെ റമിക്കും ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട്, റമീസിനും ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അടുത്തൊരു ഷോപ്പിൽ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാം മാക്സിമം പെട്ടെന്ന് തന്നെ നമ്മൾ ഡ്രസ്സ് എടുത്ത് പോകുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ എങ്ങനെയായാലും ഒരു 4-5 മണിക്കൂർ, കാരണം നമ്മൾ 5 ആൾക്ക് ഡ്രസ്സ് എടുക്കണമല്ലോ. അപ്പോൾ എങ്ങനെ ഒരു 4 മണിക്കൂർ കുറഞ്ഞത് വരും. കാരണം എല്ലാവർക്കും അറിയാം നമ്മളിപ്പോൾ പിന്നെ ചെക്കന്മാർ മാത്രമാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ വീട്ടിൽ നിന്ന് എല്ലാവരും പോയി ഡ്രസ്സ് എടുക്കുമ്പോൾ എല്ലാവർക്കും നോക്കി കണ്ട് അതിൻ്റെ അളവ്, ഡിസൈന്, മോഡലൊക്കെ ഇഷ്ടപ്പെട്ട് എടുക്കണമല്ലോ. അപ്പോൾ ഞാനിതേ ഇവിടെ ഓരോ കളർ ഡ്രസ്സ് ഇങ്ങനെ വെച്ച് നോക്കുകയാണ്. അപ്പോൾ ആ ഒരു മോഡൽ ഇഷ്ടപ്പെടുന്ന സൈസൊക്കെ റെഡി ആയി വരണമല്ലോ. അപ്പം ഞാൻ ഓരോ ഡ്രസ്സ് ഇങ്ങനെ വെച്ച് നോക്കിയിട്ട് എടുക്കണം. അപ്പോൾ ഞാനും ചക്കരയും റമിയും ഉണ്ട്. ഈ സംഗതി ഷർട്ടൊക്കെ എടുത്തിട്ട് നമ്മളതേ പാൻസ് എടുക്കാൻ വന്നിട്ടുണ്ട്. അപ്പോൾ ചക്കരതേ എനിക്കിവിടെ പാൻസ് സെലക്ട് ചെയ്യാണ്. എന്താ ഇതെടുക്കാന്നാ? 34 വേണ്ടോ? 34 നല്ല ലൂസാവും. 32 കറക്റ്റാണ്. ഇപ്പോൾ ഇട്ടേക്കുന്നത് ഇതൊക്കെ 32 ആണ്. ഈ ഒരു ടൈപ്പ് ഇത് ഞാൻ ഇവിടെ നിർത്തത് തന്നെ. ഈ ഒരു ടൈപ്പ് എടുത്താൽ മതി. നോക്കട്ടെ, ഇത് ജോഗർ ഉള്ളത് വേണ്ട. ഇത് കൊള്ളാം, അങ്ങനത്തെ കളർ വരും അല്ലേ. പാൻസ് എടുക്കുന്ന ഒരു തിരക്കിലാണ്. അങ്ങനെ ഗൈസ് നമ്മളിതേ ഡ്രസ്സൊക്കെ എടുത്ത് കഴിഞ്ഞു. എനിക്ക് റമീസിന് ഡ്രസ്സ് എടുത്തു. അപ്പോൾ അടുത്ത് ചക്കരയുണ്ട്, റമി അവിടെ നിൽക്കുന്നുണ്ട്. ഡ്രസ്സൊക്കെ എടുത്ത് നമ്മളത് ഇവിടെ ബിൽ കൗണ്ടറിലാണ്. അപ്പോൾ ഇനി ബില്ലടിച്ചിട്ട് നേരെ വീട്ടിലോട്ട് പോവാണ്. അപ്പോൾ പെരുന്നാളിന് ഡ്രസ്സ് എടുക്കലൊക്കെ അങ്ങനെ കഴിഞ്ഞിരിക്കും. അങ്ങനെ മക്കളെ നമ്മൾ എത്ര 4 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. ചക്കരെ നമ്മൾ 4 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയതല്ലേ. സമയം ഇപ്പോൾ 8:45 4.5 മണിക്കൂറോളം ഉള്ള പർച്ചേസിനൊടുവിൽ നമ്മളിത് എല്ലാവർക്കും ഡ്രസ്സ് എടുത്തില്ലേ. പാപ്പാക്ക് എടുത്തു, ഉമ്മാക്ക് എടുത്തു, റമ്മിക്ക് എടുത്തു, ചക്കരയ്ക്ക് എടുത്തു, എനിക്കെടുത്തു, എല്ലാവർക്കും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നേരെ നമുക്ക് വീട്ടിലോട്ട് പോവാം. അപ്പോൾ ഉമ്മ എവിടെയെന്ന് വെച്ചാൽ പിന്നെ നമ്മൾ ഈ കടയിൽ വന്നപ്പോൾ ഉമ്മ ഇവിടെ തൊട്ടടുത്താണ് മൂത്താപ്പാടെ മോൻ്റെ കട. അപ്പോൾ അവിടെ ഉമ്മ നമ്മളെ പെരുന്നാളിനുള്ള കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കണമല്ലോ വീട്ടിലത്തേക്ക്. അപ്പോൾ അരി, കുറച്ച് സാധനങ്ങൾ, മസാലയൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് ഉമ്മ അവിടെ നിൽക്കുകയാണ്. അപ്പോൾ ഏതായാലും നമുക്ക് അങ്ങോട്ട് നടക്കാം. ഇനി ഉമ്മ എടുത്തോണ്ട് നേരെ പോവാം. ഓക്കെ, നടക്കും. അങ്ങനെ ഗൈസ് നമ്മൾ ഡ്രസ്സൊക്കെ എടുത്ത് വീട്ടിൽ വന്നിട്ടുണ്ട്. അപ്പോൾ എടുത്ത ഡ്രസ്സ് ആരുടെയൊക്കെ എന്തൊക്കെയാണ് നമ്മൾ കൃത്യമായിട്ട് കാണിക്കാത്ത കാര്യം വേറൊന്നുമല്ല. ഇനിയിപ്പോൾ പെരുന്നാൾ വരികയല്ലേ. അപ്പോൾ പെരുന്നാളിൽ ഇനിയിപ്പോൾ നാളെ തന്നെ പെരുന്നാളാണ്. അപ്പോൾ പെരുന്നാളിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ പെരുന്നാൾ ഇട്ടിട്ട് നമ്മൾ ഡ്രസ്സൊക്കെ ഇട്ട് പള്ളിയിൽ പോകാൻ, അതേപോലെ തന്നെ എല്ലാവരും ഫാമിലി ഫോട്ടോ ഒക്കെ എടുക്കുമല്ലോ. അപ്പോഴും നിങ്ങൾ കാണിച്ചില്ല ഏതാണ് ഡ്രസ്സെന്ന് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ആ ഡ്രസ്സ് കാണിക്കാത്തത്. അപ്പോൾ ഏതായാലും ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ പുതിയ വിശേഷം കാണുമ്പോൾ എല്ലാവർക്കും ബൈ. അസ്സലാമു അലൈക്കും.